ഇവിടെ ചിക്കൻ നടക്കുന്നു, അവിടെ പാല നടക്കുന്നു, ഇവിടെ ചിക്കൻ ബിരിയാണി നടക്കുന്നു. പൊരിഞ്ഞടി കേട്ടാ, അമ്മായി അമ്മയും മരുപോളുന്നത് പൊരിഞ്ഞടി. തക്കാളി ഇടുകേ, തക്കാളി ഇട്ട് തക്കാളി. ഇതേ നമ്മളെ സംഭവം ബട്ട് നമ്മളെ ബലൂണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റേ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, ഇന്ന് ജൂലൈ 25, അതായത് നമ്മളെ ധ്യാനൂസിന്റെ ബർത്ത്ഡേ ആട്ടോ ഇന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ പരിപാടികൾ ഞങ്ങൾ ഇന്നലെ മുതലേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മളത് സെലിബ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായുള്ള കുറച്ച് ഒരുക്കപ്പാടുകളാട്ടോ നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാട്ടോ നമ്മൾ എൻ്റെ ഈ കാണുന്ന ഈ ഭാഗം ഇവിടെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. പറയാൻ മറന്നു, ഈ ധ്യാനത്തിന്റെ വയസ്സ് പറഞ്ഞില്ലല്ലോ. പറയണ്ടെന്ന് പറഞ്ഞിട്ടാ. നമുക്ക് നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ നമ്പർ നമ്മൾ ഡെക്കറേഷനിൽ കാണിക്കുന്നുണ്ട്, അന്നേരം കാണാം അല്ലേ? അപ്പൊ കാണാം. അപ്പൊ ഗൈസ് നമ്മൾ എങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് നമ്മളിവിടെയുള്ള സോഫ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോഫ ഇട്ട ഭാഗത്തുള്ള നിറം ഉണ്ടാവും, നല്ല നിറം. ഇതൊക്കെ ഡാൻസിന്റെ കലാവിരുതാട്ടോ. മൊത്തം നമ്മുടെ ഭിത്തിയിലുള്ളത് ഇതേണ്ട ചിത്രം വരച്ച. ഞാൻ ഭിത്തിന്റെ മേലെ ചിത്രം വരച്ചിട്ടുണ്ട്, അതുപോലെ അവന് വരക്കണം എന്നിട്ട് അവന് വരച്ചു വെച്ചാണ്. ഇവിടെയുള്ള സോഫ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റി. ഇവിടെ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, അതും എടുത്ത് മാറ്റി. നമ്മളിതാ പൈപ്പ് വാങ്ങിയിട്ടില്ല കേട്ടോ. ഈ ഒരു പൈപ്പ് വെച്ചിട്ട് ഒരു ആർക്ക് ഉണ്ടാക്കാൻ പോകണം. ബലൂണിന്റെ ഒരു ആർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാലും ആർച്ച് എന്ന് പറഞ്ഞാലും രണ്ടും ആണ്, വളവ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള ബലൂൺ ജിറ്റ് ചെയ്ത് വീർപ്പിച്ച് ഇവിടെ വിടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഒരു വെക്കാനായിട്ട് 2 ചെടിച്ചട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 കമ്പി വേണം. ഒരു കമ്പി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്, ഒരു കമ്പി കൂടി വേണം കേട്ടോ. പിന്നെ മറ്റേ അതിൻ്റെ അതിലുള്ള ചെടി പോയിപ്പോയിരുന്നു, അപ്പം അതിന് പകരം പുതിയ ചെടി വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കമ്പി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. തൽക്കാലത്തേക്ക് സോഫ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 6 വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് പൊട്ടിച്ച് കളഞ്ഞു അവൻ ധ്യാനസ് അല്ലേ? അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ബാനറും വേണം. അതുപോലെ തന്നെ ഒരു ആർട്ട് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമ്മളെ ടീപ്പോയിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് ഒന്ന് കടയിൽ കൊണ്ടുപോയിട്ട് മാറ്റിയിട്ടിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അതുപോലെ ഇന്നത്തെ എന്താണ് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എന്താക്കാം, നമുക്ക് ബലൂണൊന്ന് വീർപ്പിച്ചെടുത്തിട്ട് അത് വെക്കുന്ന സമയത്ത് കാണിക്കട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ബലൂണിൻ്റെ ആർച്ച് കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കി അച്ഛനും വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ പാർവട്ടി വന്നിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കിയ സാധനം കാണണ്ടേ? എല്ലാവരും കൂടി ഞാൻ ഉണ്ടാക്കിയ സാധനം ഇങ്ങനെ നോക്കിയിട്ട് അതിശയപ്പെട്ടിരിക്കും. എങ്ങനെ എത്തും സാധനം? സൂപ്പർ അല്ലേ? അപ്പോൾ ജോബിൽ കാണിച്ചു കൊടുത്തല്ലോ. ഇതേ നമ്മളെ സംഭവം ബട്ട് നമ്മളെ ബലൂണ് തീർന്നു പോയി. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും കൂടുതൽ ബലൂൺ വേണമായിരുന്നു നമ്മുടെ ആർച്ചിന്. നമ്മളിതാ ഇങ്ങനെ ഈ രീതിയിൽ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. 2 അറ്റത്തും നമ്മൾ സ്റ്റാർട്ടിങ് കൊടുത്തിട്ട് ഇത് ജിത്ത് വെറുതെ വെച്ചാൽ ഒരു ബലൂൺ കൂടി വേണം മണി. ഇവിടെ ഈ സൈഡിലൊരു ഒന്ന് കുറവുണ്ട് കേട്ടോ. അവിടെ ചെടി കാണുന്നുണ്ട്, ഇവിടെ കറക്റ്റാ. അവിടെ കമ്പി കാണുന്നുണ്ട്. ഒരു ബലൂൺ കൂടി ഉണ്ടാക്കുന്ന ഒരു പാക്കറ്റ് വേണം. നമ്മൾ ഉദ്ദേശിച്ച ഫുള്ള് ഈ റെഡും വൈറ്റും ഇങ്ങനെ റൗണ്ട് ഇത് വരാനായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും റെഡും വൈറ്റും തീർന്നു പോയി ഗൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അവിടെ താഴത്ത് കുറച്ച് മുന്തിരി കൊല പോലെ ഈ കളറും കൊടുത്തിട്ടാ ഗൈസ്. നമ്മൾ ബലൂണിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടാ. അടുക്കളയിൽ നിന്ന് പരിപാടി വെച്ചാൽ ഇന്ന് ബിരിയാണി വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ അരിയാട്ടോ ചുറ്റി അവിടെ കഴിയുന്നത്. ഞാൻ അടുപ്പത്ത് ഉള്ളി വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാ. നിങ്ങളൊന്ന് കാണിക്കണ്ടേ എന്താണ് നമ്മൾ ഫുഡ് വെക്കുന്നതെന്നൊന്ന് കാണിക്കണ്ടേ. അപ്പം ഉള്ളി വാട്ടുന്നത് കേട്ടോ. തക്കാളി വെങ്കായം റെഡിയായി. തക്കാളി കിട്ടില്ല. വെങ്കായം എന്ന് പറഞ്ഞാൽ ഉള്ളി നേർത്തം. വെങ്കായം തന്നെ ഉള്ളിയാ. ഗായ്സ് ഒന്നും അറിയില്ല ഗൈസ്. നമ്മൾ ഉള്ളി തക്കാളി എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഇട്ട് മസാല മൂടി വെച്ചിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒന്ന് പോവട്ടെ. നമ്മൾ ചിക്കൻ ഒരിക്കലും പൊരിച്ചിട്ടല്ല കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കല്. ആ മസാല തന്നെ ചിക്കൻ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കല്, ബിരിയാണി ഉണ്ടാക്കല്. അപ്പോൾ ഒരു മസാല ഇവിടെ ജിത്തുവിൻ്റെ തകൃതിയായ ബിരിയാണി ഉണ്ടാക്കല്. ഇവിടെ അമ്മേൻ്റെ
തകൃതിയായ പായസം ഉണ്ടാക്കിയത്. അമ്മേന്റെ പായസം ഇതാ ഏകദേശം ഉണ്ടായി വരുന്നുണ്ട്. പാല് പായസം കേട്ടാ, പാലട കേട്ടോ നമ്മൾ വാങ്ങിയ പാലട, റെഡി മിക്സ് പാലട നമ്മൾ വാങ്ങിയ. അതാ ചിക്കൻ ഏകദേശം ആയിക്കൊണ്ടേയിരുന്നുണ്ട്. അവിടെ പാലട വളർന്നു. അമ്മേന്റെ പായസം ആക്കി അമ്മയുടെ സീരിയൽ ഉണ്ടാ, സീരിയൽ കാണുന്ന ഇതാ നമ്മളെ ചിക്കൻ്റെ മസാല, ബിരിയാണീൻ്റെ മസാല ഇവിടെ സെറ്റായിട്ടാ. ബിരിയാണി മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ചില്ലിക്കുള്ള ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കം കട്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ബിരിയാണീൻ്റെ പൊരിക്കാനുള്ള ഉള്ളി കേട്ടാ. പിന്നെ ബിരിയാണി ഇടാനുള്ള ക്യാരറ്റ് അതിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബിരിയാണി അരി എന്താക്കി അടുപ്പത്തിട്ടു, അരി അടുപ്പത്തിട്ട് തിരക്കാട്ടാ, എല്ലാവരും തിരക്കോട് തിരക്കതാ. ബിരിയാണി അരി വെച്ചിട്ട് ഇട്ടാ. ഇപ്പോൾ നമ്മളെ കൈക്കല കൂട്ട് അല്ലെങ്കിൽ കൈക്കൽ തുണി ഒന്ന് കാണിച്ചു തരാം. അരി കേട്ടോ, ചോറായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ക്യാരറ്റ് ഇടാനുള്ള സമയമായിട്ടാ. നമുക്ക് ക്യാരറ്റ് ഇടാം. പൊരിഞ്ഞടി കേട്ടാ, അമ്മയും മരുവോളും തമ്മിൽ പൊരിഞ്ഞടി. അതായത് കച്ചമ്പറില് ഉള്ളി അല്ല ഇഞ്ചി ഇടൂലാന്ന് മരുമോള്, ഇഞ്ചി ഇടുന്ന് അമ്മയമ്മ. ദേഹത്തിന് നല്ലതാണ് അമ്മയമ്മേന്റെ വാദം. ഇറ്റ് പറഞ്ഞത് ഞാൻ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ലാന്ന്. അതെല്ലാം പോട്ടെ, നമ്മളെ കണ്ട ചോറ് ഇവിടെ റെഡിയായി, മസാല ഇവിടെ റെഡി. ഇനി ആൾക്കാർ വരിക വിളമ്പോ. അതേപോലെ തന്നെ ചില്ലിതാ ഇവിടെ ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. ഒരു കഷ്ണം ചില്ലി എടുത്ത് കഴിച്ചു നോക്കാം. ഹായ്, പൊരിഞ്ഞ് കഴിക്കി. എല്ലെങ്കിലും പിന്നെ കച്ചമ്പർ ഇങ്ങനെ ആക്കൂലാലും വെറും ഉള്ളി ഉപയോഗിച്ചിട്ട് കച്ചമ്പർ നമ്മളാ ഇങ്ങനെ വെറൈറ്റി മോഡലാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് മഞ്ഞ അല്ലെങ്കിൽ സോസും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഇതാണ്. ചൂടാക്കിയിരിക്കാം. നമ്മുടെ പിറന്നാൾക്കാരൻ വന്നിട്ടുണ്ടാ. പിറന്നാൾക്കാരൻ ഇന്നലെ നമ്മളെ അച്ചാച്ചന്റെ വകയുള്ള ഗിഫ്റ്റ് ആയിട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്കിറ്റ് അടിക്കുന്നുണ്ട്. ഇന്നലെ അച്ചാച്ചന്റെ വകയിൽ ഗിഫ്റ്റുള്ള ഗിഫ്റ്റ് സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? വേറൊരു സ്ഥലം കാണിച്ചേ. അതിൻ്റെ അടുക്ക് ജീപ്പ് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ജീപ്പ് എന്താ വണ്ടി അത് കളിക്കാൻ പറഞ്ഞു. നമ്മൾ നേരെ കോഴിക്കോട്. കോഴിക്കോട് സ്ഥലം നല്ല ബ്രാൻഡഡ് സ്ഥലം. കോഴിക്കോട് സ്ഥലം നല്ല ബ്രാൻഡഡ് സ്ഥലം. ഇപ്പം അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോകണം. കോഴിക്കോടെത്തി. രാവിലെ നമ്മൾ ശക്തമായ മഴയാൻ വേണ്ടി നമ്മൾ എന്തായാലും അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പൊ ഇപ്പം ധ്യാനസിനും കൂടെ അമ്പലത്തിൽ പോകാൻ ധ്യാനസേ ഇതാ ബർത്ത്ഡേ മുണ്ട കൊടുത്തിട്ടാ കേട്ടാ. അപ്പൊ ഞങ്ങള് കളിയാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോ. ആ ക്ഷേത്രം അമ്പലം ഒന്നിന്റെ മുന്നേ. അപ്പൊ ജിത്തു ഒരുങ്ങി വരണം. നമുക്ക് അവനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നട്ടാ. ഞാനിങ്ങോട്ടൊക്കെ നമ്മള് കുളത്തിന്റെ സൈഡിലേക്ക് ഒന്ന് പോകുന്ന കേട്ടാ. കുറേ ആയി അമ്പലത്തിൽ വന്നിട്ടാ. അപ്പോൾ മഴ പെയ്തതിന് ശേഷം കുളം എങ്ങനെ ഉണ്ടെന്നുള്ള ഒന്ന് നോക്കട്ടെ. നമ്മൾ പുറത്തുള്ള അമ്പലത്തിലും അതുപോലെ തന്നെ അകത്തുള്ള അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അപ്പം നമ്മളിനി ഒന്ന് കുളത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകുന്ന ഇറങ്ങിയതാ. ഞാനുസാ ഞാനുവാ ഗൈസ് ഒരു കാഴ്ച കാണിച്ചു തരാം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മതിയാവുന്നില്ല പോലും. വാ. സാരി എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതൊന്ന് ഒരുങ്ങി കഴിഞ്ഞാലോ പിന്നെ ചിറ്റയ്ക്ക് പിന്നെ ഫോട്ടോ ഒരു ഫോട്ടോ ധ്യാനു വാ.
മാഷാഅല്ലാ നമ്മളെ കുളം പഴയതുപോലെ തന്നെ കേട്ടോ. മഴ പെയ്തിട്ടും യാതൊരുവിധ വ്യത്യാസമില്ല കേട്ടോ. പഴയതുപോലെ തന്നെ വെള്ളമൊന്നും കൂടുതലായിട്ട് കയറിയായിട്ട് കാണുന്നില്ല. എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇത്രയും മഴ പെയ്തിട്ട് വെള്ളം ഏകദേശം ഇങ്ങിത ഈ സ്റ്റെപ്പിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടെ ആണെങ്കിൽ വെള്ളം പണ്ടത്തെ അതേ അവസ്ഥയിൽ പണ്ടത്തെ അതേപോലെ തന്നെ വെള്ളം ജാസ്തി ഒന്നും ആയിട്ടില്ല അല്ലേ? ആ വെള്ളം ഇത്രയും മഴ പെയ്തിട്ടുണ്ട്, വെള്ളം ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ വിചാരിക്കുന്നത്. ജാനു വാ. അപ്പോൾ ഗൈസ് നമ്മളിത് അമ്പലത്തിൽ നിന്ന് തിരിച്ച് ഇറങ്ങി ഇനി നേരെ നമ്മൾ ഇന്നലെ കേക്ക് വാങ്ങിയില്ലായിരുന്നേ. അപ്പോൾ കേക്കും അതുപോലെ തന്നെ വേറൊരു ഗിഫ്റ്റും കൂടി നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമുക്കുള്ള ഗിഫ്റ്റല്ല, പക്ഷേ ജാനൂസ് വേറൊരാൾക്ക് കൊടുക്കുന്ന കേട്ടോ. വേറൊരാൾക്കല്ല, ഒരു സ്ഥലത്ത് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ എന്താ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മളത് പറഞ്ഞ് വലിപ്പിക്കുന്നില്ല. നേരെ മകനി ഓർക്കാട് ടൗണിൽ പോയിട്ട് എന്ത് ചെയ്യണോ, പിന്നെ കേക്കും അതുപോലെ തന്നെ അതിനുള്ള ഗിഫ്റ്റും വേണം കേട്ടോ. പോലെയുള്ള ജോക്കറാ ജോക്കർ ജാനൂസ്. ഞാനും ഇവിടെ കുടിക്കാം. ഞാനുവാ മരിക്കുവാ. ആദ്യം മരു ദൂത് മോനെ. Happy birthday to you. Happy birthday to you. Happy birthday. ആ കുഞ്ഞ ആ തക്കുടുണ്ട് വായിലൊന്ന് വെച്ചിട്ട് ചെറിയ കഷ്ണം ചെല്ലിത്തു കൊടുക്കുന്നേ. ഓലെ കൈ കൊണ്ട് പിടിപ്പിച്ചു കൊടുക്കിട്ട് മുറിച്ചിട്ട് എന്നിട്ട് ഓലോടെ വായി വെച്ചു കൊടുക്കും. എന്നിട്ട് ഓലെ വായി വെച്ചു കൊടുക്കും. ആദ്യം എല്ലാവർക്കും കൊടുക്കട്ടെ, ദാനശീലനാട്ടെ. അതന്നെ കുഞ്ഞാച്ചി കൊടുക്കേ. കുഞ്ഞാച്ചിന്റെ വായിൽ വെച്ചു. അങ്ങനെ അതിന് കുഞ്ഞാച്ചി ജാനൂസിനെ വായിൽ വെച്ചെടുക്ക്. ആരും കാണട്ടെ. ഇതെന്ത് പരിപാടി, ഇതെന്ത് പരിപാടി? മുന്നിൽ വന്നിക്കല അതിന്റെ ഒരു പീസ് എടുത്തിട്ട് അച്ഛമ്മ കൊണ്ടെടുക്കാൻ സാർ. ഒരു പീസ് എടുത്ത് അച്ഛമ്മ കൊണ്ടെടുക്ക്. അമ്മ കൊടുത്തില്ലല്ലോ. അമ്മക്ക് ഞാൻ ജിത്തുഞ്ഞു എടുത്തോ. ജാനസിന് ഗിഫ്റ്റ് ഇടുന്നേ. ഒന്ന് കൈ പിടിക്കണ്ടേ? ജിത്തുന കുഞ്ഞേച്ചി അതിവിടെ കാണത്തില്ല. വേവാ വേ കുഞ്ഞേച്ചി. ഓക്കെ ആ സഞ്ചി എടുത്തോ. ഞാൻ താങ്ക് യു പറ. ഗായ്സ് ഫുൾ തിരക്കായോണ്ട് നമ്മള് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഏകദേശം ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാ.
എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലേക്ക്, അതുകൊണ്ട് ആ സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ധ്യാനൂസിനെ ഒന്ന് വിഷ് ചെയ്യുക. നമ്മുടെ വീഡിയോ നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ഇല്ല, ഇന്നിപ്പോ നമ്മൾ ഒരുപാട് സ്ഥലത്തായിട്ട് അതുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന അവസാനം വരെ നമ്മളെ നാളത്തെ മറ്റൊരു വിശേഷമായി കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.